நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ്ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്തായാലും എനിക്ക് മനസ്സിലാകാത്ത ഒറ്റ കാര്യമുള്ളൂ, എന്ത് കണ്ടിട്ടാ വിശ്വട്ടൻ ഈ സാഹസത്തിന് ഇറങ്ങി പുറപ്പെട്ടത്? ഇത് തന്നെയല്ലേ കഴിഞ്ഞ 2-3 മാസമായി നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്തെങ്കിലും ഉത്തരം കിട്ടിയോ? ഈ ജന്മം അതിന് ഉത്തരം കിട്ടാൻ പോകുന്നില്ല. വിശ്വട്ടനെ നല്ല മുഴുത്ത വട്ടം. സ്വത്ത് മുതലും കൈവിട്ട് പോയപ്പോഴേ കൂട്ടത്തില് ബുദ്ധിയും പോയി. ബുദ്ധി കൂടിയതാവാനാ സാധ്യത. ഒന്നുകിൽ ഈ യുദ്ധത്തിൽ അയാൾ ജയിക്കും, അല്ലെങ്കിൽ സ്വയം തോറ്റ് എല്ലാവരെയും തോൽപ്പിക്കും. അടിപൊളി. ഇപ്പൊ ഏട്ടനെ കണ്ട സാഗര സംഗമത്തിലെ കമലഹാസൻ തോറ്റുപോകും. ആണോ? വിശ്വനാഥ് സാറ് അത്ര പഴഞ്ചനൊന്നും അല്ല, ന്യൂജന. മണിച്ചിത്രത്താഴിലെ രാമനാഥൻ, നാഗവല്ലിയുടെ രാമനാഥൻ. ഓഹോ, അത് മതി, അതായിപ്പോ ട്രെൻഡ്. അത് നേരാ. ഈ സേനാപതി വന്നതും നിന്നതും പോയതൊന്നും ആരും അറിഞ്ഞില്ല. പക്ഷെ രാമനാഥൻ ഇപ്പോഴും നിത്യഹരിത നൃത്തനായകൻ തന്നെ. ഇപ്പൊ അടിപൊളിയല്ലേ കാണാൻ? പിന്നെ സാക്ഷാൽ ഭഗവതി എവിടെ പോയിന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഒരു ഭഗവതിയല്ല, സരസ്വതിയും ലക്ഷ്മിയും ദുർഗയും ഭദ്രയും എല്ലാം ഇവിടെ ഭദ്രമാണ്. കണ്ണു വെക്കല്ല ചേച്ചി, പാവം ജീവിച്ചു പോയിക്കോട്ടെ. അല്ല, നീ ഇറങ്ങുവാണോ? അതെ ചേച്ചി, ഈ അംഗം നേരിട്ട് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാ, വിധിയില്ല. അത്യാവശ്യമായിട്ട് ഓഫീസിൽ എത്തിയേ പറ്റൂ. മൂവാറ്റുപുഴയിന്ന് ഒരു ക്ലയന്റ് അവിടെ വന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. ഓ, സാരമില്ല, നീ പോയിട്ട് വാ മോളെ, ഞങ്ങൾ ഇത് ഹാൻഡിൽ ചെയ്തോളാം. അപ്പൊ ഒക്കെ പറഞ്ഞ പോലെ ഓൾ ദ വെരി ബെസ്റ്റ് കാവേരിക്കുട്ടി. താങ്ക് യു.
അവിടെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുക. ഏട്ടന്റെ ഡാൻസ് കണ്ട് ചേച്ചി തളർന്നു പോയിരുന്നാ മതിയായിരുന്നു. എന്താ ഇതുവരെ ഒരുങ്ങി കഴിഞ്ഞില്ലേ? ഇനി പേടിയോ സംശയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാഗവല്ലി ടീച്ചറോട് ചോദിച്ചാൽ ആ സംശയം അങ്ങോട്ട് തീർക്ക. എന്താ അയ്യോ, വക്കീൽ ഈ വേഷത്തിലാണോ കാവിലേക്ക് വരുന്നത്? എന്താ അവിടെ വല്ല വിചാരണയുണ്ടോ? ചേച്ചി അയ്യോ, എന്താ പിണങ്ങി പോവാ? അല്ല, പേടിച്ചു പോവാ. ഫീല് ചെയ്തു. എന്താ എല്ലാരും നോക്കി നിൽക്കുന്നേ? ഞങ്ങൾ റെഡി. എന്നാ പിന്നെ ഇറങ്ങയല്ലേ? അതെ, ഇറങ്ങുവാ. പിന്നെ എന്താണാവോ ഒരു വൈക്ലഭ്യം? 5 മണിക്കല്ലേ മത്സരം? ഞങ്ങൾ എത്തിക്കോളാം. എത്തണം കേട്ടോ, പേടിച്ച് മുങ്ങിക്കളയരുത്. ഓ, നീ വാടാ. ഓ പറഞ്ഞേട്ടാ. ഹോ, ഇങ്ങനെയുണ്ട് ഒരു കോൺഫിഡൻസ്. ഇതിന്റെ പേര് കോൺഫിഡൻസ് എന്നല്ല, വട്ടെന്നാ. ഒരു മിനിറ്റ്. ഞാനിവിടുന്ന് പുറപ്പെടാൻ പോവാ. ആരുടെ സമയത്ത്? പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. എല്ലാം ഭംഗിയായി കലാശിക്കണം. കഴിഞ്ഞില്ലേ? നമുക്ക് ഇറങ്ങാം. ഓ ആയിക്കോട്ടെ, എന്നാ നടന്നു. എന്റെ ഫോണാ. നിങ്ങള് കാറിനകത്ത് കയറിക്കോ. ഒറ്റ മിനിറ്റ്, ഇപ്പൊ അതിന് പോരാ. പറ ബൈ, എല്ലാം ഓക്കെ അല്ലേ? അതെ, എല്ലാം ഓക്കെ. രജിസ്റ്റർ ഓഫീസിന് മുന്നിൽ കൃത്യസമയത്ത് എന്റെ ആളുകൾ ഉണ്ടാവും. അവന്മാരോടെ വടി പോലൊന്നൊരു കാര്യമില്ല. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അടുത്ത നിമിഷം ആക്ഷൻ എടുത്തിരിക്കണം. നീ വലിയ വർത്തമാനമൊന്നും പറയണ്ട. കഴിഞ്ഞ തവണത്തെ പോലെ പറ്റിച്ചാലേ നീ വിവരം അറിയും. ഇവനിത് ആരോടെ സംസാരിക്കുന്നത്? അറിയില്ല. കംപ്ലീറ്റ് ഞാൻ കുളമാക്കും. അറിയാലോ നിനക്കെന്റെ തൊലിഞ്ഞ സ്വഭാവം. അത് പിന്നെ പറയണോ ബൈ, തൊലിഞ്ഞതാണെന്ന്? ഇത്തവണ ഒരു കുഴപ്പമുണ്ടാവില്ല. ഞങ്ങൾ ദേ ഇവിടുന്ന് ഇറങ്ങാൻ പോവാ. ശരി, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഓക്കെ. ശരി ശരി. എടാ ഒന്ന് വേഗം വാ, അവിടെ ചെന്നിട്ട് റിഹേഴ്സലോടെ നോക്കാനുള്ളതാ. വരുന്നുണ്ട്. കഴിഞ്ഞോ? പോവാം. ഈ വഴികൾ താണ്ടി ഉയരും പുതുജീവൻ നൽകും പെണ്ണേ, നന്മയാകും പെണ്ണേ.